മൂന്നാം സമ്മാനമായ 50 ലക്ഷം രൂപ ഓരോ പരമ്പരകൾക്കും 2 തവണ നറുക്കെടുക്കുന്നു. ആകെ 10 കോടി രൂപയാണ് മൂന്നാം സമ്മാനത്തുക. ആദ്യമായി മൂന്നാം സമ്മാനത്തിനായുള്ള TA പരമ്പരയാണ് നറുക്കെടുക്കുന്നത്. ബസ്സമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു. TA പരമ്പരയ്ക്ക് സമ്മാനാർഹമായ നമ്പർ TA 195990. TA 195990. TB പരമ്പര നറുക്കെടുക്കുന്നു. ബസ്സമർത്തുവാനായി ശ്രീമതി സുമി ബാലിനോട് അഭ്യർത്ഥിക്കുന്നു. TB പരമ്പരയ്ക്ക് സമ്മാനാർഹമായ നമ്പർ TB. തിരുവോണം ബമ്പർ 25 കോടി രൂപയ്ക്ക് അർഹമായിരിക്കുന്ന നമ്പർ TH 577825 എന്ന നമ്പറിനാണ് പാലക്കാട് വിറ്റ് ടിക്കറ്റാണത്. ഏജന്റ് തങ്കരാജനാണ് 25 കോടി നേടിയ ഭാഗ്യശാലി. ഇപ്പോൾ മന്ത്രി സംസാരിക്കുകയാണ്. തത്സമയം പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തെങ്കിലും വിറ്റെവിടെന്ന് അറിയത്തില്ല, അത് മേടിച്ചെവിടെന്ന് അറിയത്തില്ലല്ലോ. അല്ല, ടിക്കറ്റ് പാലക്കാട് ഓഫീസിൽ നിന്ന് എടുക്കുന്നതാണ്. പാലക്കാട് കൂടുതൽ അടിക്കുമെന്ന് അതല്ല 14 ലക്ഷം വിറ്റ് എവിടെ ബമ്പർ അടിച്ച സർക്കാരിനാണ് എല്ലാവരും പറയുന്നത്. കാരണം 75 ലക്ഷം ടിക്കറ്റാണ് കേരള ലോട്ടറി. ഇപ്രാവശ്യം ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ GST വന്നതിന്റെ പെട്ടെന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു. അപ്പൊ അത് കാരണം ഏജന്റുമാർക്ക്, കച്ചവടക്കാർക്ക്, ഓഫീസർമാർക്ക് നമുക്കെല്ലാം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇത് ലോട്ടറി GST വരുന്നതിന് മുമ്പ് അടിക്കാനേ പറ്റുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് വില മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ടാക്സ് മാറ്റാൻ പറ്റില്ല. അത് കാരണം വളരെ ആലോചിച്ചിട്ട് നേരത്തെ ഒരു ഊഹം വെച്ച് എത്ര ചെലവാകും എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അടിച്ചത്. അപ്പൊ അത് അടിച്ചു കഴിഞ്ഞത് ഏതായാലും റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായത്. ഓരോ വർഷവും ഇത് വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഓണം ബമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും, മലയാളികളെല്ലാം ഓണം ബമ്പർ എടുക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും. ഓണം ബമ്പർ ഓണാഘോഷം പോലെയാണ്. അപ്പോൾ ഓണം ബമ്പറിന്റെ ആ തുകയുണ്ട്. ഒന്നാം സമ്മാനം 25 കോടി മാത്രമല്ല, 20 പേർക്കാണ് ഓരോ കോടി വെച്ച് കിട്ടുന്നത്. അപ്പൊ പല ലോട്ടറിയുടെ എഫക്റ്റാണിത്. പിന്നീട് 50 ലക്ഷം വെച്ചും അതേപോലെ ഉണ്ട്. 5.5 ലക്ഷത്തോളം വരുന്ന സമ്മാനങ്ങളുണ്ട്. അത് നന്നായിട്ടത് പോയിട്ടുണ്ട്. അതിനുശേഷമുള്ള ലോട്ടറികൾ ഇപ്പോൾ എല്ലാം നമ്മൾ പുതുക്കിയ GST ആണ്. ആ GST അനുസരിച്ച് ഇപ്പോൾ നന്നായിട്ട് ടിക്കറ്റ് പോകുന്നുണ്ട്. അത് വലിയ തോതിൽ പ്രൈസിനെ ബാധിക്കാതെയും കുറച്ച് ഏജന്റ് കമ്മീഷനും സർക്കാരിന്റെയും എല്ലാം കുറച്ചിട്ടാണ് വന്നേക്കുന്നത്. പൂജാ ബമ്പർ ഉൾപ്പെടെ അങ്ങനെയാണ് വരുന്നത്. നന്നായിട്ട് ഈ ലോട്ടറി പോകുന്നുണ്ട്. അപ്പോൾ ലോട്ടറി എടുത്ത എല്ലാവർക്കും ആശംസകൾ. ഇനിയിപ്പം നറുക്കെടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ നറുക്കെടുത്തിട്ട് വല്ലതും കിട്ടിയോന്ന് എനിക്കറിയില്ല. എല്ലാവരും താല്പര്യപൂർവ്വം എടുക്കുന്നതാണ്. അപ്പോൾ ലോട്ടറി തൊഴിലാളികൾക്കും വളരെ സന്തോഷമാണ്. ഇത് വലിയൊരു, അതെ, അത് ഇപ്പൊ പൂജാ ബമ്പർ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതെടുക്കാം. അല്ലാതെയുള്ള ലോട്ടറി ഉണ്ട്. എല്ലാവരും ലോട്ടറി എടുക്കണം. നമ്മളെടുക്കുന്ന ലോട്ടറി വാസ്തവത്തിൽ അത് ആർക്കെങ്കിലും ഒരു സഹായമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടാക്സ് കഴിഞ്ഞാലുള്ള ബാക്കി തുകയിൽ 97% വാസ്തവത്തിൽ ഇത് ഏജന്റുമാരുടെ കമ്മീഷനും സമ്മാനമായിട്ടാണ് പോകുന്നത്. ബാക്കി സർക്കാരിലേക്ക് വരുന്നൊരു ചെറിയ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതുവിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്ന പണം നാട്ടിലേക്ക് തന്നെ വളരെ എഫക്റ്റീവായിട്ട് തൊഴിലായിട്ടും വരുമാനമായിട്ട് പോവുകയാണ്. ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് കേരള ലോട്ടറി നടത്തുന്നത്. ഇല്ല, നമ്മളെടുത്തില്ല. ഞങ്ങളാരും എടുത്തിട്ട് നറുക്കെടുത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ അടിക്കുക, ഞങ്ങൾക്ക് അടിക്കാൻ പ്രശ്നമാവും. അതുകൊണ്ടാണ്. അല്ല, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ ഏജന്റാണ്. ഏജന്റുമാർക്ക് എല്ലാ ഓഫീസിൽ നിന്ന് എടുക്കാം. പാലക്കാട് ഓഫീസിൽ നിന്നാണ് എടുത്തത്. അതാണ് വിറ്റതെവിടാന്ന് അറിയാൻ പറ്റത്തില്ല. ഇവർക്ക് ഈ ഏജന്റുമാർക്ക്, അംഗീകൃത ഏജന്റുമാർക്ക് എടുക്കാവുന്നതനുസരിച്ചിട്ട് പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തു. വിറ്റത് ചിലപ്പോൾ പാലക്കാട് തന്നെയാവാം, തിരുവനന്തപുരത്താവാം, വേറെ സ്ഥലത്താവാം. കാരണം ഇവർക്കെല്ലാം പ്രധാനപ്പെട്ട ഏജന്റുമാർക്ക് പല സ്ഥലത്തും അവരുടെ ഏജൻസികൾ കാണും. അതുകൊണ്ട് എവിടെ നിന്നാന്ന് നോക്കണം. ഓണത്തിന്റെ ബമ്പറിന്റെ ഇനി അടുത്ത ഓണത്തിനല്ലേ വരുള്ളൂ. ഇപ്പൊ പൂജാ ബമ്പറിലെ ഇന്നിപ്പം ഇറക്കിയ ബമ്പറിനകത്ത് വാസ്തവത്തിൽ ചെറിയ വ്യത്യാസങ്ങളെ സമ്മാനത്തിലൊക്കെ വന്നിട്ടുള്ളൂ. സർക്കാരിന്റെ ഇതും അതുപോലെ തന്നെ ഏജന്റുമാരുടെയും കമ്മീഷനും ഒക്കെയുള്ള ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ ആകർഷകമല്ലാത്ത തരത്തിലേക്ക് ഒരു കാര്യം അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. തിരുവോണം ബമ്പർ ഒന്നാം
സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റാണ്. TH577825 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ്. ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പാലക്കാട് നിന്നാണ് ആ ടിക്കറ്റ് ഏജന്റ് എടുത്തിരിക്കുന്നത്. തങ്കരാജനാണ് ആ ഏജന്റ്. ആറ്റിങ്ങൽ ഉള്ള തങ്കരാജൻ, ആറ്റിങ്ങൽ ഭഗവതി ഏജന്റ് തങ്കരാജനാണ് അത് എടുത്ത് ആ ടിക്കറ്റ് വാങ്ങിയത്. ആർക്കാണ് കൊടുത്തത് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് വളരെ കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എല്ലാവരും തേടുന്നത് ആ ഭാഗ്യശാലിയാണ്. ആ ടിക്കറ്റ് എവിടെയാണ് വിറ്റത് എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ട്. മന്ത്രിക്കും അത് സംബന്ധിച്ച് ധാരണയില്ല. പാലക്കാട് നിന്നുള്ള ടിക്കറ്റാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയുന്നത്. ടിക്കറ്റ് ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ ടിക്കറ്റ് വിറ്റത് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിനാണെന്ന് ഉറപ്പിക്കാമോ നമുക്ക്? തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭഗവതി ഏജന്റാണ് ഈ ടി തങ്കരാജ്. അതുകൊണ്ട് അവിടെ നിന്ന് വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനമായി, അതായത് TH577 എന്ന ഒന്നാം സമ്മാനാർഹമായിരിക്കുന്ന ടിക്കറ്റിന്റെ വിൽപ്പന നടന്നിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആരെങ്കിലുമാണോ, അതോ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് യാത്ര പോയ വഴി ആറ്റിങ്ങലിൽ നിന്ന് എടുത്തവരാണോ, അതോ അതിർത്തി ജില്ലകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായി മാത്രം ഇവിടേക്ക് എത്തിയ ആരെങ്കിലുമാണോ, ഇതൊന്നും ഉറപ്പില്ല. ആ ആകാംക്ഷ ഇനി ഏറുകയാണ്. എന്തായാലും പാലക്കാടിന്റെ ഭാഗ്യം അത് തിരുവനന്തപുരത്തിലൂടെ വീണ്ടും ഒരു കോടീശ്വരനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു കോടീശ്വരനല്ല, ഒരുപാട്, ഏതാണ്ട് 21 കോടീശ്വരന്മാർ ആകെ, അങ്ങനെ പറയേണ്ടി വരും. കാരണം ഒന്നാം സമ്മാനമായി 25 കോടി, 1 കോടി വീതം 20 പേർക്ക്, അങ്ങനെ ആകെ 21 കോടീശ്വരന്മാർ ഈ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഈ 25 കോടി നേടിയ ഭാഗ്യശാലി, ഒന്നാം നമ്പർ ഈ ഭാഗ്യശാലി അത് തിരുവനന്തപുരം ജില്ലക്കാരനാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലുമുള്ള ആളാണോ എന്നതിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. TH877-825 എന്ന നമ്പർ ആരുടേതാണ് എന്നറിയാനുള്ള ആകാംക്ഷ ബാക്കിയാക്കിക്കൊണ്ട് തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ 1, 2, 3 സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നത്. 3ാം സമ്മാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചെറിയ ചെറിയ സമ്മാനങ്ങൾ വേറെയും ഉണ്ട് എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. എടുത്തു പറയേണ്ട കാര്യം, ടിക്കറ്റ് വിൽപ്പനയിലും റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് പൂർത്തിയാകുന്നത്. കാരണം വിൽപ്പനയടക്കം പൂർത്തിയായിരിക്കുന്നത് ഏതാണ്ട് 75 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 74,99,999 ടിക്കറ്റും വിറ്റുപോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ലോട്ടറി വകുപ്പിന് അതിലൂടെ ലഭിച്ച ഒരു വരുമാനം വലുതാണ്. അതിൽ ഏതാണ്ട് 97% നികുതി കഴിഞ്ഞുള്ള ബാക്കി പണം മുഴുവൻ ഈ ടിക്കറ്റ്